രാഹുൽ, നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറ. ഇത് വിഷ്ണു എന്ന അമ്മയുടെ മകൻ മരിച്ചതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. എന്താ ഈ പറയുന്നേ? എന്റെ മകൻ വിഷ്ണു മരിച്ചെന്നോ? അതെ, പറഞ്ഞു കൊടുക്ക രാഹുൽ. ഇത് വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ശാലിനി മാഡം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 30 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ ഡോക്യുമെന്റാ. എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ എന്തിനാ ഈ കള്ളം പറയുന്നേ? എന്റെ മകൻ മരിച്ചിട്ടില്ല. അവനെവിടെയാ ജീവിച്ചിരിപ്പുണ്ട്. ഒരിടത്തും ജീവിച്ചിരിപ്പില്ല. കളക്ടർ മരുമകൾ ഇതിൽ നന്നായി പണിയെടുത്തു. അതിനുള്ള ഫലമൊക്കെ കിട്ടുകയും ചെയ്തു. 30 ലക്ഷം രൂപ. വിഷ്ണുവിന്റെ ഇൻഷുറൻസ് മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടുള്ള പേപ്പറാ. കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനൊക്കെ ഇൻഷുറൻസിന്റെ പണമൊക്കെ അടയ്ക്കൂ. മോൾ അതെന്താണെന്ന് വെച്ചാ ചെയ്യേ. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിയുന്നവളെന്ന് എന്നെയാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെ മരുമകൾ ചെയ്തത് എന്താ? മകനെ കൊന്ന് അവന്റെ മരണം വിറ്റ് കാശാക്കി. ഇതൊന്നും അറിയാതെ മകനെ കാത്തിരിക്കുന്ന സത്യാമ്മയോട് അവൾ എന്താ പറഞ്ഞത്? മകൻ വരും, ഉടനെ വരും എന്നല്ലേ? സത്യാമ്മേ, ഇത് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇത് ശാലിനി വിഷ്ണുവിന്റെ ഇൻഷുറൻസ് തുക തട്ടി 30 ലക്ഷം രൂപ കൈക്കലാക്കിയതിന്റെ തെളിവ്. അവസാനമായിട്ട് ആ ബോഡി പോലും നിങ്ങളെ കാണിച്ചില്ലല്ലോ. സത്യമാണ് സത്യാമ്മേ, അവൻ മരിച്ചു.